അച്ഛനെ ചാക്കിലാക്കി കൊറിയർ ചെയ്യാൻ ശ്രമിച്ച യുവതി റീൽ ചിത്രീകരിക്കാൻ വേണ്ടിയെന്ന വാദം. ചാക്ക് തുറന്നപ്പോൾ ഞെട്ടി കൊറിയർ ജീവനക്കാർ. ബംഗളൂരുവിൽ നിന്നുള്ള കാഴ്ചയാണ്. വ്യാളികാവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊറിയർ സർവീസ് ഓഫീസിലേക്ക് ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും ഭർത്തൃ സഹോദരന്റെയും ഒപ്പമാണ് ആ യുവതി എത്തുന്നത്. കയ്യിൽ കരുതിയ ഒരു വലിയ ചാക്കുകെട്ട് കൊറിയർ ചെയ്യണം എന്നതായിരുന്നു അവിടെ ആവശ്യം. ചാക്കിൽ എന്താണ് എന്ന് കൊറിയർ സർവീസിലെ ജീവനക്കാർ ചോദിക്കുമ്പോൾ യുവതിയും കുടുംബവും മൗനം പാലിക്കുകയാണ്. അങ്ങനെ ജീവനക്കാർ ചാക്ക് തുറന്നപ്പോഴാണ് ആ യുവതിയുടെ അച്ഛൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ചാക്കിനുള്ളിൽ കെട്ടിവെച്ചിരുന്ന അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ക്ഷീണിതനായിരുന്നു എന്നാണ് ആ ജീവനക്കാർ പറയുന്നത്. ശ്വാസം എടുക്കാനും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രേ. എന്താണെങ്കിലും ഭയന്നുപോയ ജീവനക്കാരോട് തമാശ റീൽ എടുക്കുന്നതിന് വേണ്ടിയാണ് അച്ഛനെ ചാക്കിലാക്കി കൊണ്ടുവന്നത് എന്നാണ് ആ യുവതി പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് അച്ഛനെ കൊറിയർ ചെയ്യണമെന്ന് അവിടെ വെച്ച് നിർബന്ധം പിടിക്കുകയും ചെയ്തു, തർക്കിക്കുകയും ചെയ്തു ആ ജീവനക്കാരോട്. അങ്ങനെ ആ കൊറിയർ ജീവനക്കാർ നേരെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം മേലാൽ ഇമാതിരി പരിപാടിയുമായി ഇറങ്ങരുത് എന്ന് താക്കീത് നൽകിയാണ് പോലീസ് അവരെ വിട്ടയച്ചത്. മാത്രമല്ല, ചെയ്തത് തെറ്റായി പോയി എന്ന് മാപ്പ് പറയുന്ന ഒരു വീഡിയോയും അവരെ കൊണ്ട് പുറത്തു പിടിപ്പിച്ചു പോലീസ്. 5 ಜನ ಸೇರಿ ವಯಲಿಕಾವಲಿನ ಕೊರಿಯರ್ ಆಫೀಸ್ನಲ್ಲಿ ನನ್ನ ತಂದೆಯವ್ರನ್ನ ಚೀಲದಲ್ಲಿ ಹಾಕಿ ತಗೊಂಡು ಹೋಗಿ ಯುಗಾದಿ ಮತ್ತೆ ರಂಜಾನ್ ಹಬ್ಬ ಪ್ರಯುಕ್ತವಾಗಿ ಎಲ್ಲ ಬಸ್ ರೇಟ್ ಜಾಸ್ತಿ ಆಗಿದೆ ಹಾಗೂ ಸೀಟ್ ಸಿಗ್ತಾ ಇಲ್ಲ ಅನ್ನೋ ಒಂದು ಮೆಸೇಜ್ ನ ಕಳಿಸ್ಲಿಕ್ಕಾಗಿ ಒಂದು ಪ್ರ್ಯಾಂಕ್ ಫೋನ್ ಮೂಲಕ ತಿಳಿಸೋಣ ಅಂತ ಮಾಡ್ಲಿಕ್ಕೆ ಹೋದ್ವಿ. ಈ ರೀತಿ ಮಾಡೋ ತಪ್ಪು ಅಂತ ಗೊತ್ತಾಗಿಲ್ಲ ನಮಗೆ. ಇದು ನಮಗೆ ಗೊತ್ತಾಗಿದ್ರಿಂದ ಈಗ ನಾವು ಕ್ಷಮೆ ಕೇಳ್ತಾ ಇದ್ದೀವಿ. ഈ റീല് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഈ യുഗാദി റംസാൻ സീസണിൽ ബസ് ടിക്കറ്റുകൾ ലഭിക്കാത്ത അവസ്ഥയാണ് എന്നും അതിനേക്കാൾ ഭേദം ആളുകളെ കൊറിയർ ചെയ്യുന്നതാണ് നല്ലത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. എന്താണെങ്കിലും യുവതിയുടെ വാദം കേട്ടാണ് കൊറിയർ കമ്പനിക്കാർക്ക് കൂടുതൽ അമ്പരപ്പ് തോന്നിയത്. ഉള്ളിൽ കയറിയ അച്ഛൻ, പിന്നീട് അച്ഛൻ്റെ പ്രതികരണമൊക്കെ വന്നു. ഇവരെല്ലാവരും ചേർന്ന് തന്നെ ആലോചിച്ചെടുത്ത ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ പോക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഉയരുക. ഒരുപക്ഷെ ഇന്ന് രാജ്യത്തെ ആകെ ഒരേ സമയം ചിരിപ്പിക്കുകയും ഒന്ന് അമ്പരപ്പിക്കുകയും ചെയ്ത ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.